വല്യമ്മച്ചിയുടെ പരമ്പരാഗതമായ റെസിപ്പിയും അമ്മച്ചിയുടെ തനതായ റെസിപ്പിയും എൻ്റെ നൂതന റെസിപ്പിയും ചേർത്ത് ഉണ്ടാക്കിയ ചക്കവരട്ടി ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ഈ ചക്കപ്പഴത്തിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമേ ഞാൻ ഇവിടെ എടുക്കുന്നുള്ളൂ. ചക്കപ്പഴത്തിൻ്റെ കുരുവും ചകണിയും പാടയൊക്കെ കളഞ്ഞ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ചെറുതായി പീസായി കട്ട് ചെയ്തെടുക്കാം. ചക്കപ്പഴം കട്ട് ചെയ്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അടച്ചു വെച്ച് അല്പം പോലും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. തയ്യാറാക്കാനായിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരച്ച് വെച്ച ചക്കപ്പഴം പൾപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തുടർച്ചയായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അടിയിൽ കരിഞ്ഞു പിടിക്കാതെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു 15 മിനിറ്റിനായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ശർക്കര പാനീയമാണ് ഞാൻ ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ ചേർക്കാം. മധുരം കുറവാണ്. ഇനി അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. ആദ്യം 1 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. വീണ്ടും 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. കുറച്ചുകൂടി നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിലേക്ക് ചേർക്കാനായിട്ട് 1 കഷ്ണം ചുക്ക്, ഏലക്ക, ജീരകം. നമ്മൾ ഈ അളവ് കാണിക്കുന്നത് നമ്മുടെ എടുക്കുന്ന ചക്കപ്പഴത്തിൻ്റെ അളവിനനുസൃതമായിട്ടാണ്. നമ്മൾ കൂടുതൽ പഴം എടുത്തതിന് അതനുസരിച്ച് കൂടുതൽ ചേർക്കണം. ഇപ്പം നെയ്യായാലും മധുരമായാലും എല്ലാം. ഇനി പൊടിച്ച് ചേർക്കാം. ഇതിലേക്ക് ചുക്ക്, ഏലക്ക, ജീരകം പൊടി ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നമുക്ക് ചക്കവരട്ടി സൈഡിലേക്ക് മാറ്റി കൊടുത്തിട്ട് കുറച്ച് തേങ്ങകൾ വറുത്തെടുക്കാം. അതിനകത്ത് നെയ്യിനകത്ത് ഇറങ്ങിക്കിടപ്പുണ്ട്. അതിലേക്ക് തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കണം. തേങ്ങയിലേക്ക് അല്പം ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. തേങ്ങ നന്നായിട്ട് മൊരിഞ്ഞ് നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. ചക്ക വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പ്രത്യേക രസക്കൂട്ടുകളാൽ ചക്ക വരട്ടിയതാണിത്. ഇത് ഉണ്ടാക്കാൻ കുറച്ച് സമയമെടുക്കും. പക്ഷേ ഞാൻ വളരെ എളുപ്പത്തിലും ഈസി ആയിട്ടുമാണ് ഉണ്ടാക്കിയത്. നിങ്ങളെല്ലാവരും ഇത് വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.